അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ലൈലത്തുൽ ഖദർ കിട്ടുന്ന ദിനങ്ങളാണ്. മഗ്ഫിറത്തിന്റെ പത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന പത്തിലാണ് നമ്മൾ ഉള്ളത്. വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഹിജാബത്ത് കിട്ടുന്ന സമയമാണ്. വെള്ളിയാഴ്ച രാവിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് ഈ രാവിൽ നമ്മൾ ദിക്റുകൾ ചൊല്ലി, സലാത്തുകൾ ചൊല്ലി, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല. കാരണം നമ്മൾ ദിക്റുകളും സലാത്തുകളും എല്ലാം ചൊല്ലിയിട്ടാണ് നമ്മൾ കൈകൾ ഉയർത്തുന്നത്. അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ രാവ് മഗ്‌രിബ് നിസ്കാര ശേഷം 3 യാസീൻ ഓതുക. അത് കഴിഞ്ഞ് കുറച്ച് സലാത്ത് ചൊല്ലുക. ആദ്യം ഫാത്തിഹ ഓതിയ ശേഷമാണ് യാസീൻ ഓതേണ്ടത്. നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ആരോടും സംസാരിക്കാതെ 3 യാസീൻ ഓതുക. ഓതിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് എല്ലാ പ്രയാസങ്ങളും മാറും. യാസീൻ ഓതി എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ദുആക്ക് ഹിജാബത്ത് കിട്ടുന്ന ആളായി മാറാൻ, എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കാൻ, നല്ല അന്ത്യം കിട്ടാനും, ചെറുപാപങ്ങൾ പൊറുക്കാനും, നരകമോചനം കിട്ടാനും, മീസാനിൽ ഖനം തൂങ്ങാനും, അർഷിന്റെ തണൽ കിട്ടാനും, അതുപോലെ തന്നെ കണ്ണേറ്, സിഹിറ്, കരിനാക്ക് എന്നിവയെ തൊട്ടെല്ലാം കാവൽ കിട്ടാനും, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ നമ്മൾ പതിവാക്കുക. ഇത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇത്. അതുപോലെ തന്നെ ദാരിദ്ര്യം മാറാനും, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനും, ഖബറിൽ നല്ല കൂട്ടുകാരനായി മാറാനും ഒക്കെ, അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും, വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാവാനും, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാനും എല്ലാം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 313 പ്രാവശ്യം നിയ്യത്താക്കി ചൊല്ലുക. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിൽ നല്ല നിയ്യത്തോടുകൂടി യാസീൻ ഓതുകയും ഈ ദിക്ർ ചൊല്ലുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തുക. വെള്ളിയാഴ്ച രാവിന്റെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. നമുക്ക് റമദാൻ 1 മുതൽ 30 വരെ ചൊല്ലേണ്ട ദിക്റുകൾ ചെല്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ മഗ്‌ഫിറത്തിന്റെ 10 ചൊല്ലേണ്ട ദിക്ർ. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എല്ലാവരും